എങ്ങനെയാണ് ഈ ഹെന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് ഈ ഹെന്നയുടെ ഫീൽഡിലേക്ക് വന്നതെന്നൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തുകൊണ്ട് ഒരു സ്റ്റോറി ടൈം ആക്കിക്കൂടാ. ഞാനൊരു 6ാം ക്ലാസ് തൊട്ടിട്ട് ഹെന്ന ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനൊരു ബിസിനസ് ആക്കാന്നുള്ള ഒരു ഐഡിയ വന്നത് +2 എത്തിയപ്പോൾ. നമുക്ക് എല്ലാവർക്കും കാണും, പെരുന്നാൾ ആയിക്കോട്ടെ കല്യാണം ആയിക്കോട്ടെ ഹെന്ന ഇട്ടുതരാൻ വീടിന്റെ അടുത്തൊരു താത്ത. എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരാൾ. പെരുന്നാളിന്റെ തലേന്നൊക്കെ ആവുമ്പോ ശരിക്കും പറഞ്ഞാൽ ഹെന്ന ഇടാൻ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ്. അന്നൊക്കെ നമ്മുടെ സിംഗ് ആയിരുന്നു മെയിൻ. കുഞ്ഞായിരിക്കുമ്പോ ഇത്രയും ക്ഷമയോടെ ഞാൻ ഒരു കാര്യത്തിന് ഇരുന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു പെരുന്നാളിന്റെ ടൈം ആയപ്പോ താത്ത വീട്ടിലുണ്ടായില്ല. മോനെ, ഈ മൈലാഞ്ചി വാങ്ങി കയ്യിൽ വെച്ചിട്ട് ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതും പെരുന്നാളിന്റെ തലേന്ന്. എന്തായാലും ഇനി വേറെ ഒരു വഴിയില്ലാന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഒന്നും നോക്കിയില്ല, ഗൂഗിൾ എടുത്തു ഒരു ഡിസൈൻ അങ്ങ് കണ്ടുപിടിച്ചു, വരക്കാൻ തുടങ്ങി. എന്നാ ആദ്യ പരീക്ഷണല്ലേ, ചെറുതെന്തായാലും വരച്ചാ പോരെന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സ് അനുവദിക്കൂല. ആദ്യ പരീക്ഷണം അത് മികച്ചതായിരിക്കണമെന്നായിരുന്നു എന്റെ മൈൻഡ്. അതുകൊണ്ട് തന്നെ ഒരു ബ്രൈഡൽ ഡിസൈൻ വെച്ചിട്ടായിരുന്നു തുടക്കം. അങ്ങനെ നീണ്ട 4-5 മണിക്കൂർ കഷ്ടപ്പാടിനൊടുവിൽ എന്റെ ഡിസൈൻ പൂർത്തി. ലാസ്റ്റ് ഡിസൈനിന്റെ ഒരു കുത്തു ബാക്കിയുള്ളപ്പോ ദേ പറഞ്ഞു താത്ത. അപ്പൊ ഞാൻ ആരെ ഏട്ടാ, അന്ന് ഈ ഡയലോഗ് ഇല്ലാത്തോണ്ട് ഇതല്ലായിരുന്നു എന്റെ മൈൻഡ്. അങ്ങനെ ഡിസൈൻ കണ്ട് താത്ത പറഞ്ഞു ഡിസൈൻ സൂപ്പർ. ഞാൻ വരച്ചെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർക്ക് വിശ്വാസമായില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡിസൈൻ വരക്കാൻ ഫസ്റ്റിലെ പഠിച്ചത് പുള്ളിക്കാർ വരക്കണ കണ്ടിട്ട്. ആ ആള് തന്നെ ഡിസൈൻ നല്ലതെന്ന് പറഞ്ഞപ്പോ എന്റെ മൈൻഡിൽ എന്താ പറയാ, ഒരു ജിങ്കലാലെന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സാധനം. ഭയങ്കര സന്തോഷമായി ശരിക്കും പറഞ്ഞു. അന്ന് എന്റെ കണ്ണിൽ എന്റെ ഡിസൈൻ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. ഇന്നാലോചിക്കുമ്പോൾ അതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായി. പിന്നെ സ്കൂളിൽ പോയി ഫ്രണ്ട്സിനെ കാണിച്ചു, ഫ്രണ്ട്സ് വഴി പിന്നെ ബ്രൈഡൽ ഹെന്നെ കിട്ടി തുടങ്ങി. പിന്നീട് +2 എത്തിയപ്പോഴാണ് ഞാൻ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കല്യാണപ്പെണ്ണെന്ന് പറഞ്ഞാൽ ഹെന്ന മുഖ്യം. അങ്ങനെ ഒരുപാട് ബ്രൈഡ്സിന്റെ നല്ല ഹാപ്പി മൊമെന്റിൽ ഭാഗമാവാൻ എനിക്ക് പറ്റി. ഇപ്പൊ ഈ കൊടുത്തേക്കണ പിക്ക് കണ്ടോ, അത് ഞാൻ ചെറുപ്പത്തിലെ വരച്ചാട്ടോ. ഇപ്പൊ ഇതൊക്കെ കാണുമ്പോ കുഞ്ഞായിട്ട് ഇരുന്നാൽ മതി എന്നൊരു തോന്നൽ. ചിലപ്പോ ഹെന്ന ആർട്ടിസ്റ്റുകൾക്ക് ഇതൊക്കെ റിലേറ്റബിൾ ആയിരിക്കും. എന്തായാലും കഥ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾ എന്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ആക്കാൻ മറക്കണ്ട. അപ്പൊ ഓക്കെ, ബൈ.